ഹലോ! ഇന്നത്തേത് ഒരു ചെറിയൊരു മിനി വ്ലോഗാണ് കേട്ടോ. എൻ്റെ ചെറിയ ചെറിയ പണികളും പിന്നെ വീട്ടിലെ വളർത്തുമൃഗങ്ങളെയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയൊരു മിനി വ്ലോഗ് കേട്ടോ. പെറ്റ്സിനെ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? എങ്കിൽ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഇഡ്ഡലിയും കടലക്കറിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് സ്കൂളില്ല, അതുകൊണ്ട് തന്നെ കുറച്ച് വൈകിട്ടാണ് എണീറ്റിട്ടുണ്ടായിരുന്നത്. മക്കളൊക്കെ ഉറക്കം തന്നെയായിരുന്നു. സ്കൂളിലാത്തതുകൊണ്ട് തന്നെ അവരെ വിളിച്ചു വിട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോഴേക്ക് കടലക്കറിയൊക്കെ റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇഡ്ഡലി ആയിട്ടുണ്ടായിരുന്നു. വിസിലടുപ്പിക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ കടല വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ തേങ്ങ വറുത്തരച്ചിട്ടായിരുന്നു കേട്ടോ കടലക്കറി വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ കടലക്കറിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും എണീക്കുന്നതിന് മുമ്പേ ഒന്ന് അടിച്ച് തുടച്ച് വൃത്തിയാക്കി ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവർ എണീറ്റു എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊന്നും തുടക്കൽ നടക്കില്ല. കാരണം അവർ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ തുടച്ച കൂടെ പിന്നെയും ചളിയായിക്കൊണ്ടിരിക്കും. അപ്പോൾ അവർ എണീക്കുന്നതിന് മുമ്പ് അടിച്ച് തുടച്ച് വൃത്തിയാക്കിയിട്ട് നല്ല ക്ലീൻ ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു പണിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പിന്നെ നേരമൊക്കെ വെളുത്തപ്പോൾ നേരെ കോഴിൻ്റെ അടുത്തേക്ക് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നലെ വാങ്ങിച്ച മീനിൻ്റെ വേസ്റ്റാണ് കേട്ടോ അതുണ്ടായിരുന്നത്. ഇത് താറാവിന് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ താറാവ് തിന്ന് കഴിഞ്ഞ ശേഷമാണ് നമ്മൾ കോഴിനെ തുറന്നുവിടാൻ പോണത് കേട്ടോ. അപ്പോൾ ഡിഷിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് വേണം താറാവുകൾക്ക് കഴിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഡിഷിൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം. അങ്ങനെ താറാവിൻ്റെയൊക്കെ ഒരുവിധം കഴിക്കൽ കഴിഞ്ഞപ്പോഴാണ് കോഴിനെ തുറന്നു വിടണത് കേട്ടോ. അപ്പോൾ ഇല്ലെങ്കിൽ താറാവിനെ കഴിക്കാനേ സമ്മതിക്കില്ല കോഴി കൊത്തിയിട്ട്. അപ്പോൾ താറാവിൻ്റെയൊക്കെ ആ ഒരു കഴിക്കൽ കഴിഞ്ഞപ്പോൾ കോഴിക്കും ചോറ് അത് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടും കൂടി അങ്ങനെ മിക്സ് ചെയ്ത് കോഴി കഴിക്കും. പിന്നെ കോഴിക്കുട്ടി വിരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു കറുപ്പ് പട്ടയായിരുന്നു. 9 കുട്ടികളുണ്ട് കേട്ടോ. അപ്പോൾ അതിനുള്ള പൊടിയരിയായിരുന്നു അതുണ്ടായിരുന്നത്. കോഴിക്കുട്ടിക്ക് സ്പെഷ്യൽ അരി കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്ത് വെള്ളമൊക്കെ വെച്ച് കൊടുത്ത് അങ്ങനെ കോഴികളും താറാവുകളെയൊക്കെ ഒന്ന് ഒരുവിധം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് വിശന്ന് വലഞ്ഞിരിക്കുന്ന നമ്മുടെ 2 വീട്ടിലെ അതിഥികളും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ലിയോ ടിപ്പുമാണ് കേട്ടോ പേര് വരുന്നത്. 2 നായ്ക്കളാണ്. അപ്പോൾ അവർക്കുള്ള ചോറ് റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടോ. മീൻകറിയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. മീൻകറിയൊക്കെ വെച്ച് നന്നായി കുഴച്ച് പ്ലേറ്റിലാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ നേരെ കൂടിൻ്റെ അടുത്തേക്കാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇതേ വാലാട്ടനാണ് ലിയോ, കൂട്ടിലുള്ളതാണ് ടിപ്പു കേട്ടോ. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ലിയോയ്ക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണന്മാർക്ക് കൊടുത്തിട്ട് വേണമല്ലോ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ലിയോയ്ക്ക് ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നെക്സ്റ്റ് ടിപ്പുവിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. ടിപ്പുവിന് അധികമൊന്നും ആയിട്ടില്ല കേട്ടോ. കുറച്ചായിട്ടേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുള്ളൂ. നല്ല ഇണക്കമാണ് കേട്ടോ. ആര് പോയാലും ഭയങ്കരമായി കുരയ്ക്കുന്നല്ലാണ്ട് വേറെ ഉപദ്രവമൊന്നുമില്ല. നല്ല ഇണക്കമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ടിപ്പുവിനും കൂട് തുറന്ന് കൂട്ടിൽ ഫുഡ് കൊടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരിന് ഒന്ന് ഫുഡൊക്കെ കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നേരെ ടെറസിന് മേലേക്കാട്ടോ പോയിട്ടുണ്ടായിരുന്നു. കാരണം അവിടെ പ്രാവ് മുട്ട വിരിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രാവ് കുട്ടികൾക്ക് തീറ്റ കൊടുക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ ഉണ്ണിക്കുട്ട ഓൾറെഡി കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാനാണ് ലേറ്റ് ആയത്. അപ്പോൾ 2 മുട്ടയായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരെണ്ണേ വിരിച്ചുള്ളൂ കേട്ടോ. ഒരെണ്ണം കേട് വന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ കുട്ടീൻ്റെ ചിറകൊക്കെ ഒന്ന് വിരിച്ച് ഒന്ന് കണ്ണൊക്കെ തുറന്ന് നല്ല സെറ്റായി വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉണ്ണിക്കുട്ടി ഒരു ടാറ്റയൊക്കെ തരാനുണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പശുവിൻ്റെ അടുത്തേക്കാട്ടോ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പശുവിന് വെള്ളമൊക്കെ കൊടുക്കണമായിരുന്നു. 2 പശുവാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അങ്ങനെ പശുവിന് വെള്ളമൊക്കെ കൊടുത്തിട്ട് നമ്മൾ തുടത്ത് കൊണ്ടുപോയി കെട്ടണം കേട്ടോ വെയിൽ വരുമ്പോഴേക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും പെറ്റ്സാണ് കേട്ടോ എൻ്റെ വീട്ടിലുണ്ടോ. നിങ്ങൾ പെറ്റ്സ് ലവേഴ്സ് ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ.